ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കേട്ടെ. ഈ മലൻ്റെ മേലെ ഇങ്ങനെ സൂര്യനടിക്കുമ്പോണ്ടല്ല എന്ത് രസം അറിയാണേ. രാവിലെ 6 മണിയായി. നമ്മൾ റൂമിൽ നിന്ന് നേരെ വിടലാണ്. ഇപ്പം നമ്മൾ നേരെ ഷാദുൽ ഇമാമിൻ്റെ മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോക്കാണ്. ഇവിടുന്ന് 1000 കിലോമീറ്റർ പോയുണ്ട്. ഇപ്പം വിട്ടാൽ ഇന്ന് രാത്രി അടുത്തു. ഇത് കണ്ട പൂച്ചനെ എല്ലാവരും മടിയിൽ വെച്ചിരിക്കും. പള്ളിയിലെല്ലാം വന്നാലുണ്ടാവും എല്ലാവരുടെ അടുത്തും മടിയിൽ വെക്കും. നമ്മളവിടെ തന്നെ ചവിട്ടി പുറത്താക്കൂലേ. പിന്നെ ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് പോകണമെങ്കിൽ എന്തുവാണോ, നമ്മൾ മക്കത്തെല്ലാം പോകണമെങ്കിൽ ഒരു ഭാഗ്യം വേണമെന്നല്ലേ, അതുപോലെ ഒരു ഭാഗ്യം വേണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് പോകുന്നതാണെങ്കിൽ എന്ത് ഉദ്ദേശം വെച്ചാലും അത് നടക്കും. ഇവിടെ വന്നിട്ട് ഇത്രയും എന്നെ ആൾക്കാരൊന്നുമില്ലാത്ത ഇത് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ സമയത്ത്. ഓ അല്ലെങ്കിൽ ഇത്ര ആളുടെ ഇവിടെ. ഇതാ ഒരു മണ്ടൻ ആ റൂമിൽ മൂത്രയിക്കാൻ വന്ന ഉസ്താദിൻ്റെ ഫോൺ എടുത്തിട്ടാണ് വന്നത്. ഒരു കഥ വേണ്ടേ. നല്ലൊരു ഫോണല്ലേ ജംഷീൻ്റെ ഫോൺ എടുത്തില്ല. വന്നോക്കുമ്പോ പൊട്ടാത്ത ഫോൺ ജംഷീൻ്റെയോ? അത് പിന്നെ എക്സ്ട്രാ എടുത്തിന് എന്തിന്? എടാ അത് എടുത്തിട്ടില്ല. എടാ അത് എടുക്കണ്ടേ. ഈ കാണുന്ന ഹയാസിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഇനി 1000 കിലോമീറ്റർ ഓടാനുണ്ട്. നടു ഓടിയോ നമ്മ. നമ്മളെ സാധാരണ പോലത്തെ ഒരു ബ്ലോഗായിരിക്കുമല്ലോ ഇത്. കാരണം ഒച്ചപ്പാടുമ്പോഴൊന്നും പറ്റൂല, ഡീസൻ്റ് ആയിരിക്കണം. വലിയ വലിയ ഉസ്താമാരിലുണ്ട് വണ്ടിയിൽ. മുഷാവറാങ്കൊക്കെ ഉണ്ട്. ഇവനല്ല, മുമ്പ് സീറ്റിലിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചാൽ. ഇനി നമ്മൾ 1000 കിലോമീറ്റർ ഈ വണ്ടിയിൽ തന്നെ. നടു ഓടിയും ഈ വണ്ടിക്ക് പുറത്തുനിന്നാണെന്ന് മനസ്സിലേ ഉള്ളൂ. സീറ്റ് ആകെ ഒരു ഇഞ്ച് ബാക്കോട്ട് പോകും. അതാ മതിയില്ല, ഒരു സുഖമില്ല. പക്ഷെ ഓടുന്ന ഒരു സുഖമുണ്ട്, ഇരിക്കാനൊരു സുഖമില്ല. നടുപടി ഒന്ന് ഓടിക്കാട്ട് വിളിയുള്ളൂ. നീ ഓടിച്ചില്ലേ? ഇനി നമ്മൾ മരുഭൂമിയിലേക്ക് കിടക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് പൂർണ്ണ മരുഭൂമിയാണ്. എന്തെങ്കിലും പറയലല്ലേ. ഷവർലെറ്റിൻ്റെ വണ്ടി, റേഞ്ച് റോവറിൻ്റെ പേര്, സൈഡിൽ ഇസൂസുവിൻ്റെ ചിഹ്നം. നമ്മളങ്ങനെ ഏകദേശം ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് എത്താനായി. ഫുള്ള് കാണുന്ന ഇതേപോലെ 2 സൈഡ് ഫുള്ള് മല, അതിൻ്റെ നടുവിലൂട്ട റോഡ്. ഇതിങ്ങനെ പോകണം. ചെറിയ തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത് ഷെയ്ഖ് സാലിം, അതായത് ബാബുൽ ഹുമൈസറ, എന്ത് സംഭവം മദീനത്തൊക്കെ ഇല്ലേ, മദീനത്തേക്ക് എത്രയും മുമ്പ്, അതേപോലെ ഷാദുൽ ഇമാമിൻ്റെ മക്കാം എത്രയും മുമ്പ് ബാബുൽ ഹുമൈസറ, ഇതാണ് ഷെയ്ഖ് സാലിം ഉള്ളതിൻ്റെ മക്കാമത്. വേണ്ട വണ്ടിത്താവളം. നല്ല വെയിലാണ്. ഇങ്ങനെ റോഡ്, 2 സൈഡ് മല, നല്ല വെയിൽ. നമുക്കിനി ഏകദേശം 100 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. രാവിലെ കയറിയത്. നമ്മളവിടെ നിന്ന് വിട്ടിട്ട് 990 കിലോമീറ്ററെങ്കിലും ഉള്ളത്. അതിന്നൊരു 800 കിലോമീറ്റർ മിക്കവാറും മരുഭൂമിയായിരിക്കും. ഫുൾ അപ്പുറം ഇപ്പുറം മല, മരുഭൂമി, കടലിന് ഇപ്പുറം ഫുൾ മരുഭൂമിയാണ്. എല്ലാവരും ഓടിക്കുമ്പോൾ ചെറിയ ചുമപ്പുള്ളവർ. നമ്മുടെ നാട്ടിൽ കാല് പുറത്താൻ വേണ്ടി ഇടുന്ന സാധനമില്ലേ, അതാണ് ഇവിടെ കർട്ടൻ തന്നെയല്ലേ. അതിനെ കൊണ്ടാന്ന് കർട്ടൻ ആക്കിയാണ്, കളർഫുൾ.
ഇത് പ്ലാസ്റ്റിക് പൂവിനെ കൊണ്ട് അലങ്കരിച്ചുണ്ടാക്കിയത്. നമ്മളങ്ങനെ എന്തായി പിന്നെ ഷാദുൽ ഇമാമിൻ്റെ മക്കാമിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് സാഹയിലാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാഹ എന്താണെന്നുള്ളത്. പിന്നെ ഫ്രീ ആയിട്ട് ഭക്ഷണവും താമസമെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഒരു സാഹയിലാണുള്ളത്. അടുത്ത സാഹയെല്ലാം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. വണ്ടി നല്ല ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കിളി പോയിട്ട് ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ അജ്മൽ ഉസ്താദ് വിശദീകരിച്ച് തരുന്നതാണ്. നമ്മളെ സുഡാൻ്റെ ബോർഡറിലാണ് നമ്മളുള്ളത്. സുഡാൻ ഏത് ഭാഗത്താ? അപ്പുറം ഈ മലൻ്റെ അപ്പുറം സുഡാൻ എന്നാണ് പറയുന്നത്. ഈ സൂര്യന് മലമ്മലേക്ക് അടിക്കുമ്പോൾ ഇപ്പോൾ സൺസെറ്റ് ആവാനായി സൂര്യൻ ഇങ്ങനെ മലമ്മലേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു രസം കണ്ട ഫോണിൽ എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, നേരിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ അടിച്ച് നാളെ പിന്നെ ജുമസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് തിരിച്ചു വിടും. അപ്പോൾ അതുവരെ ഇവിടെ ഫുള്ള് ഇന്ന് നമ്മൾ ഇവിടെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ സാധനങ്ങളെല്ലാം വെച്ച് ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആ മലൻ്റെ ബാക്കിൽ കണ്ട സൂര്യൻ അസ്തമിക്കുന്ന ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. ഈ കാണുന്ന വീടുകളാണ്. നാല് ഭാഗത്തും മല, അതിൻ്റെ നടുവിലൊരു ചെറിയ ഗ്രാമം. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ. കാരണം എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യും, പല ഗ്രാമങ്ങളിലും പോകുന്നുണ്ട്. ആരും യൂട്യൂബിലൊന്നും അങ്ങനെ കാണാത്ത അങ്ങനത്തെ ഗ്രാമങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാ നോമ്പൊന്ന് കഴിയട്ടെ. നോമ്പിന് പോകുന്നുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടെ കാണാം. നോക്കിയട്ടെ, ഈ മലൻ്റെ മേലെ ഇങ്ങനെ സൂര്യനടിക്കുമ്പോണ്ടല്ലോ എന്ത് രസമെന്ന് അറിയാം കാണേ. ഈ വീഡിയോയിൽ നിനക്കൊന്ന് എത്രത്തോളം അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണണം. ഓരോ മലമേലും ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് അതാണ്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ ഒരു സൂര്യാസ്തമയം. വളരെ മികച്ച ഒരു വിഷ്വൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ നടന്ന് ഡാമിൻ്റെ അടുത്തെത്താനായി. ആ കാണുന്നതാണ് ഡാം എന്ന് പറയുന്നത്. ഡാമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിവരം. നല്ല കാറ്റാണ്, ചെറിയ തണുപ്പ്, നല്ല കാറ്റ്. നമ്മൾ വരുന്ന വഴിക്ക് ആ മരുഭൂമിയിൽ വണ്ടിയിൽ കയർത്തിയിട്ടെ. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കാറ്റടിച്ചിന്, വൻ കാറ്റ്, നല്ല തണുത്ത കാറ്റ്. നമ്മളിത് കുറച്ച് ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറണം. ഹൈറ്റ് കയറിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യൂ മേലെ കയറുന്നതിന് ഓരോ വ്യൂവും അടിപൊളിയായി വരുന്നുണ്ട്. നമ്മളെ മുമ്പിൽ നിന്ന് ഒരാൾ ആടിനെ മേയിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് ഡാമാണോ എന്നൊന്നും അറിയില്ല. എന്തോ വെള്ളം സ്റ്റോർ ചെയ്യുന്ന എന്തോ സംഭവം തോന്നുന്നു. ഇത് കണ്ടിട്ട് എന്തോ മനസ്സിലാകുന്നുണ്ടോ? എന്തായാലും ഇതിൻ്റെ മേലെ കയറിയാണ് അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാണ്. നേരത്തെ മേലെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആടിനെ മേയ്ക്കുന്ന ആൾക്കാരതാ നടന്നു പോകുന്നുണ്ട്. അല്ലേ, നമ്മൾ ഇവിടുന്ന് കാണുന്ന അതാണ് ഷാദുൽ ഇമാമിൻ്റെ മക്കാമ്. അടുത്ത വ്യൂ മതിയാകുന്നില്ല കേട്ടോ കണ്ടിട്ട്. സമയം ഏകദേശം നോമ്പൊറിക്കേണ്ട ടൈം അടുത്തു 5:30. വീട് എത്ര മണിക്ക് വാങ്ങുന്ന പറഞ്ഞാൽ 5:50 സമയമായി. വിശപ്പ് തുടങ്ങി. അവിടെ സാഹയിൽ എന്തെല്ലോ ഫുഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അത് പോയിട്ട് കാണിച്ചു തരാം. അൽഫാമുണ്ട്,
പിന്നെ എന്തോ റൈസും പിന്നെ പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതെല്ലാം കടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്തായാലും കറക്റ്റ് മിസ്രികൾ ശരിയായ ഫുഡ് കിട്ടും അല്ലേ? അസറിലെല്ലാം ഏകദേശം ആ ഭാഗത്തെല്ലാം ഫുള്ള് അസറിലല്ല, അസർ പള്ളിയിൽ മൊത്തത്തിൽ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് പിന്നെ എന്താണ് ഫുള്ള് നോർമൽ ഫുഡാണ് ഉണ്ടാകുന്നത്, എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള. ഇവിടെയെല്ലാം ശരിയായ മിസ്രി ഫുഡ് കിട്ടും. മിസ്രികൾ ശരിക്കുള്ള സ്ഥലത്ത് പോയാലും മിസ്രികൾ ചില സമയത്ത് മറ്റേ ടെറസിൻ്റെ മേലെ ഉണ്ടാകുന്നല്ലോ ഒറിജിനൽ മിസ്രി ഫുഡല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നമുക്ക് കാണിച്ചു തരാം. നാളെ ഒരു മലകനായില്ലേ, ആ നേരെ കാണുന്നില്ലേ, ആ നേരെ ഒരു കൊടി പറന്നുണ്ടോ, ആ മല നമ്മൾ നാളെ രാവിലെ കയറും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ് വ്യൂ എല്ലാം കിട്ടും. ഷാദുലിമാമ് ഹജ്ജിന് പോകും. മുരീദന്മാരെ കൊണ്ട് ഹജ്ജിന് പോകണ വഴിക്ക് എന്ത് ചെയ്ത് അവരോട് പറഞ്ഞു ഇങ്ങനെ സംഭവം എന്താണ് കുഴി വെട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരെന്താ വെച്ചു എന്തിനെന്താ വെച്ചു. അപ്പോൾ ഷാദുലിമാമ പറഞ്ഞു ഹുമൈസറ സൗഫത്തറ, ഹുമൈസറയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹുമൈസറ വെച്ച് എന്താണ് രോഗം വരും, ഇവിടെ മരണപ്പെടും. അങ്ങനെ ഇവിടെ മരണപ്പെടണം. ആര്? ഷാദുലിമാമ. ഹജ്ജിന് പോകണ വഴിക്കുണ്ട്, ഹജ്ജിന് പോകണ വഴിക്ക് മരണപ്പെടാം. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി ശരിക്കും കാണാം. എന്ത് നമ്മുടെ ഉമൈസറയുടെ നേരെ ഓപ്പോസിറ്റ് ബഹറിൻ്റെ അപ്പുറം നേരെ മദീന. അതിന് ഇതിന് നേരെ കുബെന്നും പറയപ്പെടുന്നു. ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറെ വർക്കത്ത്. പിന്നെ മെയിൻ മുരീദന്മാരാണ് നമ്മുടെ അലക്സാണ്ടറിലുള്ള ഇസ്കന്ദരി ഇമാമ്, പിന്നെ മുർഷിദങ്ങളാണ് മെയിൻ ശിഷ്യൻ, പിന്നെ ശിഷ്യങ്ങളാണ് ഷാദിൽ ഇമാമിൻ്റെ ഉസ്താദ്. മൊറോക്കോയിൽ ജനിച്ച് അൽഹിക്കമാണ് കിതാബുൽ ഹിക്കം, അത് ഇസ്കന്ദരി തങ്ങൾ ഉണ്ടാക്കിയാണ്. പിന്നെ നമ്മൾ ചെല്ലുന്ന ഇസ്മുൽ ആളം, പിന്നെ ഇസ്മുൽ ബഹ്റൂസ്, അതൊക്കെ അറിയില്ലേ ഷാദിൽ ഇമാമിൻ്റെ. ഷാദിൽ റാത്തീബ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നാട്ടിലുള്ളവർക്ക് പരിചയമുണ്ടായ ഷാദുൽ റാത്തീബ് ആയിരിക്കും. ബാക്കിയുള്ള ഷാദുൽ ഇമാമിൻ്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട, നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഷാദുൽ റാത്തീബാണല്ലോ. അപ്പോൾ ആ കാണുന്നതെല്ലാം ആട്ടിൻ്റെ കൂടാണ്. നമ്മൾ വരുന്നതൊക്കെ ആടുന്ന ഒരു വീട്ടിൽ നിന്ന് 2 ഇത്താത്തമാർ ആടുന്ന നോമ്പ് ഓർക്കാൻ വേണ്ടി വിളിച്ച്. പക്ഷേ ഇവിടെ നമുക്ക് അൽഫാം ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഒന്ന് എന്തെങ്കിലും തീരുമാനമാക്കട്ടെ. എടുത്ത് വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് കയറാം. എന്തായാലും നമുക്ക് അൽഫാം ഇതെല്ലാം കിട്ടുന്നില്ല, എന്നാലും ഏത് ചാൻസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പള്ളി നല്ല രസമുള്ള പള്ളി അല്ലേ. നമുക്കതിന് മേലെ കയറിയാലോ, കുബേൻ്റെ ഏറ്റവും മേലെ കയറിയാലോ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ബാത്റൂമിൽ പോയി. ബാത്റൂമിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റിൽ എന്താണ് ഫ്ലഷ് അടിക്കലാണല്ലോ, ഫ്ലഷല്ല നമ്മളെ കഴുകാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഷവർ ഇങ്ങനെ അടിക്കലാണല്ലോ. ഈടെ അടിയിൽ തന്നെ ഉണ്ടാവും, നമ്മൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക് ചെയ്ത് തരും. പക്ഷെ അത് നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് പോകാനൊരു മടി. പിന്നെ ഗതികെട്ട പുല്ലും തിന്നും പറഞ്ഞ പോലെ പോയി. അവസാനം പോയാൽ ഓക്കെ, സെറ്റാ. നമ്മുടെ ഇഷാസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല വൈബ് സ്ഥലമായിട്ട് ഇത്, നല്ലൊരു പഴയ ഫീലല്ല. മൊത്തത്തിൽ ആൾക്കാരെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ട്, സെറ്റാണ്. ഇത് മാംഗോൻ്റെ യോഗട്ട് അങ്ങോട്ടാൻ തോന്നുന്നത്, നല്ല ടേസ്റ്റ്. പക്ഷേ ഇതാ യോഗട്ട് ഡ്രിങ്ക് കിടിലും ടേസ്റ്റ്. സാധനം പോലെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം സാധനം. ഇതെല്ലാം കൂടി 75 ഈജിപ്ഷ്യൻ പൗണ്ട്, അതായത് 150 റുപ്യ. ബാക്ക്ഗ്രൗണ്ടിൽ നിസ്കാരത്തിന് സൗണ്ട് വെക്കും. നമ്മൾ ഓൾറെഡി ജമ്മു കസറായിട്ട് കഴിഞ്ഞ് പിന്നെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു ഫ്ലേവർ പൈനാപ്പിൾ. എങ്ങനെ നോക്കാം. കിട്ടില്ല സാധനം. എത്ര ചെറിയ പീടിയാണെങ്കിലും വലിയ കുറേ ഫ്രിഡ്ജ് നിറച്ച് വെള്ളം ഉണ്ടാവും, ലൈസും ഉണ്ടാവും.
പള്ളിയൊക്കെ എന്താ വ്യൂ. ഒരു നില പള്ളി, വലിയ പള്ളി. ചൂടുണ്ടല്ലോ. എങ്ങനെ നല്ല റോഡ് സൈഡിൽ ഇങ്ങനെ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു. عايزين الدف. تشربوا شاي؟ براحتكم اشربوا شاي، اعملوا لكم شاي. عامله لك ازازه الازازه من هاي. لا 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 دي مرضى يسلمون عليك، المية دي حلوة تحت السيارة. عامله لك من هات نقصها. اروح لوماني. انتم منين؟ من افغانستان؟ من الهند. من هند؟ احسن ناس على دماغك. هند. തണുപ്പത്ത് നല്ല ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത്. റോഡ് സൈഡിൽ ഇങ്ങനെ തീ കൂട്ടിയിട്ട് ചൂട്ടത്ത് നല്ല ചായ. പിള്ളേരുടെ കളി നോക്കിയ കളി, പിള്ളേരുടെ അതിർപ്പത്തിന്റെ കളിയാണ്. ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു ചായ ഉണ്ടല്ലോ ഇതുവരെ കുടിച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്താ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കനൽ കൂട്ടിയിട്ട് അതിൽ നല്ല ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ വട്ടത്തിലാടി ഇരുന്നിട്ട് അവർ വിളിച്ച് ഇടവ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവിടെ വന്ന് ഇരുന്ന് നല്ല ചായ. ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഉണ്ടല്ലോ ഭയങ്കര സ്നേഹം. എന്ന് വെച്ചാൽ ആ വണ്ടി പോട്ടെ, വണ്ടിക്കെല്ലാം എന്താ ഒച്ചയാണ്. പിന്നെ നമ്മൾ നേരത്തെ വൈകുന്നേരം നടക്കാൻ പോയ സമയത്ത് ഒരു വീട്ടിൽ നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിച്ചു. പിന്നെ നമ്മൾ പോയിട്ടില്ല. എന്ന് വെച്ചാൽ ആകെ നമുക്ക് സഹായം കിട്ടുന്ന ഒരു ഫുഡ് ചെയ്യുന്ന രാത്രിയുള്ളൂ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആടുന്നതിൽ എന്തായാലും അവരൊരു സ്നേഹത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്, ചെറിയ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നാളെയും കൂടി നോമ്പ് നോക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതുകൊണ്ട് പിന്നെ സാഹയിൽ ആ സമയത്ത് പോയിട്ടില്ല. പിന്നെ ഫുഡ് കിട്ടില്ല, പൈസ കൊടുത്ത് കഴിക്കുന്നില്ല, വെറുതെ കിട്ടുന്നതുകൊണ്ട് ആ കിട്ടിയത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ നമ്മളേതായാലും നിസ്കാരെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈട ഒരു ഉമ്മാമ ബാ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈട വിളിച്ചത്. അങ്ങനെ ഈട വന്നിരുന്ന് ഇപ്പം പഞ്ചസാര എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല ചായ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ചായ കിട്ടി. നല്ല ചായ, നല്ല തണുപ്പത്തുണ്ടല്ലോ ഈ ചൂട്ട്. ഇതും കൊണ്ട് ചായ കുടിക്കുമ്പോഴല്ല ഒരു വേറെ തന്നെ ഫീല്. ഇവിടെ പലതും കാണും കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറക്കുന്നുണ്ട്. എന്തിനാ നമ്മ ഫുള്ള് പാട്ടും വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്നു. പുറത്താ വണ്ടിൻ്റെ ഒച്ച ഭയങ്കരം. നമ്മൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആടെ ഇരുന്ന്. അപ്പോൾ ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്ത് പഞ്ചസാര എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരാണെങ്കിൽ വന്ന് അയാൾ പോയി. നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അയാൾ എവിടെയോ പോയിട്ട് എന്ത് ചെയ്ത് പഞ്ചസാരക്ക് വേണ്ടിയിട്ട് പോയിട്ട് പഞ്ചസാര എടുത്തിട്ട് വന്നു. പഞ്ചസാര അധികമായി. എന്നിട്ട് എന്ത് ചെയ്ത് ചായ എല്ലാം ആക്കി തന്ന്. അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ച് ചായ എന്ന ഗ്യാപ്പിൽ ഇങ്ങനെ സംസാരിച്ചാലോ. ആ പെണ്ണുങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ആടെ തന്നെ നിൽക്കുന്നത്. ആ റോഡ് സൈഡിൽ തിരിച്ചിട്ട് ആടെ തന്നെ ഉറങ്ങലും എല്ലാം. പിന്നെ ഭക്ഷണം കാണാതെ വിളിച്ച് ചായ കൊടുക്കുക. ഇതെല്ലാം ചായപ്പൊടി ഇതെല്ലാം സൈഡിലാടെ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞേ, ഭക്ഷണം സാഹ്യ പോയിട്ട് കഴിക്കും, എന്നിട്ട് ആടെ വന്നിട്ട് കിടന്നുറങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതന്നെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ വിളിച്ച് ചായയിലാക്കി തന്ന്. എന്നിട്ട് നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി നോക്കി. ഒരു തരത്തിലും പൈസ വാങ്ങുന്നില്ല. പിന്നെ എന്നിട്ട് നമ്മൾ കുറേ പറഞ്ഞ് ചുട്ടിട്ടൊരു പൈസ കൊടുത്ത്. പിന്നെ നോക്കുമ്പോൾ ഫുള്ള് ദ്വാരക്കലും ഇത് മൊത്തത്തിലുണ്ട് കേട്ടോ. കാണുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം ദ്വാരക്കൽ. അപ്പോൾ ഇപ്പോൾ ദ്വാരന്നിട്ട് എല്ലാവരും പോകുന്നത്. ഫുള്ള് ആൾക്കാരെല്ലാം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അപ്പുറത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ വിളിച്ച് അവിടെ പോകാത്തിന് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവരെന്ത് വിചാരിച്ചെന്ന് അറിയില്ലല്ലോ. മിസ്ത്രികൾ മൊത്തത്തിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ കൈറോയിലുള്ള ആൾക്കാരെല്ലാം നമുക്ക് അങ്ങനെ തന്നെ ഫുള്ള് ഒരു ഉടായ്പ ആൾക്കാരാണ് മൊത്തം. എന്താ പറയുക, പിടിച്ചു പറയുമോ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്.
ഇവിടെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. പിന്നെ തന്നെ നമ്മളിങ്ങനെ നോമ്പ് കുറിച്ചിട്ട് പിന്നെ ഒരു ചായ ഇടുന്ന കിട്ടുക എന്നുള്ളൊരു മൈൻഡിലാണ് നടക്കുന്നുണ്ടേ. ആ സമയത്താണ് ആ ഉമ്മാമ വിളിച്ചത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വിളിച്ചാടെ എത്തി, ഞാൻ ഈ ഇരിക്കുന്ന സാധനമെല്ലാം കുറച്ച് നീർത്തി തന്ന് ഇനി നേരെ പിന്നെ മക്കാമിലേക്ക് പോയിട്ട് ആടെ സിയാറത്തെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോവാം. എന്നാണ് റെസ്റ്റാച്ചിയോ ചോക്ലേറ്റ് കുനാഫേൻ്റെ എന്തോ ഒരു സാധനമാണ്. ടേസ്റ്റ് നോക്കാം. ഇതാണ് കുനാഫ ചോക്ലേറ്റ്. നല്ല രസമുണ്ട്. ഇത് വേറൊരു സാധനം ഡോം ടീ, ആപ്പിൾ വാട്ടർ, ആപ്പിൾ പ്രീമിയം ഡ്രിങ്ക്. എത്രയും പൈസ പറഞ്ഞേ? 30 റുപ്യ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തോ ബിലാലിനെ പോലെ ഉണ്ടല്ലേ മറ്റേ ബിലാൽ ജോൺ കുരിശിങ്കൽ. ഓക്കെ, തലവേദന ഇങ്ങനെയെല്ലാം കെട്ടിയിട്ട്. പക്ഷെ ആ ചായ കിട്ടണം ഒരു സുഖം ഉണ്ട് കേട്ടോ. നമ്മള് ഈ സ്ഥലത്തിന് എന്തോ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലം, ഒരു ആത്മീയതയുള്ള സ്ഥലം അല്ലേ? ശരിക്കും ഇവിടെ വന്ന് താമസിക്കാണ്ടല്ലോ.